സാംസങ് ഫിനാൻസിലൂടെ ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് EMI വഴി മൊബൈൽ ഫോൺ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് സാംസങ് ഫിനാൻസ് എന്ന ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇതിൽ കാണിക്കുന്നത്. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനും അതുപോലെ ടാബ്ലറ്റ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പം സ്മാർട്ട് ഫോണാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തു. അതിലേതെങ്കിലും ഒരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. കസ്റ്റമറുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, എന്നിട്ട് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്. ഞാൻ ആധാർ കാർഡാണ് അടിച്ചത്, അതിൻ്റെ ആധാർ കാർഡ് നമ്പർ അടിക്കുക. എന്നിട്ട് ആധാർ കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം ഗെറ്റ് OTP എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു നമ്പറിലേക്ക് OTP വരും. OTP എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, അഗ്രി അടിക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അതിനായിട്ട് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, അതുപോലെ കമ്പനി നെയിം, എത്രയാണോ മന്ത്ലി ഇൻകം, അതൊക്കെ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് പിൻ കോഡ് അടിച്ചു കൊടുക്കുക. ഷോപ്പിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഷോപ്പിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഒരു പിൻകോഡ് അടിച്ചെടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനിയാണെങ്കിൽ ആ ഒരു കസ്റ്റമർക്ക് ലഭിക്കുന്ന ഏതൊക്കെ മോഡലാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാംസങ്ങിൻ്റെ A12 മോഡലാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 7755 രൂപയാണ്. അതുപോലെ 968 ആണ് EMI വരുന്നത്. ഇതിന് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ വരുമ്പോൾ ഇതിൽ കെയർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കെയർ പ്ലസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് ഒരു വർഷത്തിനുള്ളിൽ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടുകയോ അതല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ട് ബോഡിയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്ലെയിം ചെയ്യുന്നതിനുള്ള ചെറിയൊരു പ്രോസസ്സിംഗ് ചാർജ് മാത്രം ഈടാക്കിയിട്ട് ആ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ശരിയാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇതിന് എമൗണ്ട് എന്ന് പറയുന്നത് A12 വരുന്നത് 1399 രൂപയാണ്. ഈ ഒരു എമൗണ്ട് എന്നത് നമുക്ക് EMI സൗകര്യത്തോടു കൂടി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 495 രൂപയാണ്. അതുപോലെ 113 രൂപ പെർ മന്ത് EMI ആണ് വരുന്നത്. ഇതിനിപ്പം ഒരു കസ്റ്റമർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് എനി പ്രിവിലേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷന് എല്ലാ കസ്റ്റമറും എടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിപ്പം കസ്റ്റമറോട് പറയാതെ തന്നെ നിങ്ങളിതിപ്പോൾ നോ എന്ന് അടിക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഫിസിക്കൽ ഡാമേജ് വരുമ്പോൾ കസ്റ്റമർ നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനുള്ള കാര്യം പറയാത്തതെന്ന്. അതുപോലെ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമർ നല്ല രീതിയിൽ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്ത ഒരാളാണെങ്കിൽ 3 മാസം കഴിഞ്ഞതിന് ശേഷം സാംസങ് ഫിനാൻസിലൂടെ വീണ്ടും മൊബൈൽ ഫോൺ എടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും. ഇനിയിതിപ്പം നമുക്ക് നോ ഐ ഡോണ്ട് വാണ്ട് എനി പ്രിവിലേജ് എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1.5 വർഷം കഴിയാതെ ആ ഒരു കസ്റ്റമർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു കസ്റ്റമർക്ക് 8250 രൂപയാണ് ഇപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ കെയർ പ്ലസ് ആഡ് ചെയ്തിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതും കൂടാണ്ട് 349 രൂപ പ്രോസസ്സിംഗ് ചാർജ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കണം. കൺഫേം അടിക്കുക, യെസ് അടിക്കുക, എന്നിട്ട് ഇതിലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, ആക്സെപ്റ്റ്, കണ്ടിന്യൂ അടിക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റമറുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. കസ്റ്റമറുടെ ആധാറിലേക്ക് ലിങ്ക് ആയിട്ടുള്ള ആ ഒരു സിമ്മിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 7854 എന്നതാണ് ഈ ഒരു കസ്റ്റമറുടേത്. പിന്നെ ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഇനിയിപ്പോൾ കസ്റ്റമറുടെ ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പറുമായി ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും വെച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ പാൻ കാർഡ് ഇല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസും വെച്ച് ചെയ്യാവുന്നതാണ്. നേരത്തെ ആ ഒരു ഓപ്ഷൻ, അതായത് KYC എന്ന് പറയുന്ന ഒരു ഭാഗം വന്നപ്പോൾ അവിടെ ഒരു 5 ഓപ്ഷൻ കാണിച്ചു. അതിൽ ഞാൻ DG ലോക്കറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ അതിന് ആധാർ കാർഡ് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം കസ്റ്റമറുടെ സെൽഫി എടുത്തതിന് ശേഷം സക്സസ്ഫുൾ എന്ന് വരും. എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് എടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൺ, ഏത് ഫോണാണ് എടുക്കുന്നത് ആ ഫോണിൻ്റെ IMI നമ്പർ സ്കാൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ SKU നമ്പർ ശരിയാണോ എന്ന് പരിശോധിക്കണം. SKU നമ്പർ ശരിയല്ലെങ്കിൽ അതൊന്ന് അവിടെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. അതിൽ SKU നമ്പറോ അല്ലെങ്കിൽ IMI നമ്പറോ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗം എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷമേ ഇനി മുമ്പോട്ട് പോവുകയുള്ളൂ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം സ്ക്രോൾ ചെയ്യുക, താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക, ക്ലിക്ക് അടിക്കുക ഇവിടെ. എന്നിട്ട് ഇവിടെ കസ്റ്റമറുടെ സൈനാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്, ഏത് ബാങ്കാണോ, അതുപോലെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മറ്റുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. IFSC കോഡ് ഫൈൻഡ് ചെയ്താണ് ഞാനിപ്പം ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ് കാണിക്കുന്നത്, ഈ മാൻഡേറ്റ് രജിസ്ട്രേഷൻ അതുപോലെ നാച്ച് രജിസ്ട്രേഷന്. ഇതിലിപ്പം കസ്റ്റമറുടെ കയ്യിൽ ATM കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാച്ച് രജിസ്ട്രേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഈ മാൻഡേറ്റ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഇവിടെ നാച്ച് ഫോമിനായിട്ട് ഉള്ള നാച്ച് ഫോം ഇപ്പോൾ വരുന്നതായിരിക്കും. യെസ്, ഇത് നമുക്കിനി പ്രിൻറ്റ് ചെയ്തെടുക്കണം. മുകളിൽ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ IDക്കോ നമുക്ക് ഷെയർ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിപ്പം എൻ്റെ ഷോപ്പിൻ്റെ IDയിലേക്ക് ഇതിൻ്റെ ഒരു പ്രിൻറ്റ്, അതായത് ഇതിൻ്റെ ഒരു കോപ്പി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നും ഇപ്പോൾ പ്രിൻ്റ് എടുത്തു. ഇതിൽ 3 സൈന് കസ്റ്റമർ ചെയ്യാനുണ്ട്. അപ്പോൾ കസ്റ്റമറെ കൊണ്ട് സൈന് ചെയ്യിപ്പിക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിന് ഫോട്ടോ എടുത്തിട്ട് ടാബിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇങ്ങനെ വന്നാൽ നെക്സ്റ്റ് അടിക്കാൻ പാടില്ല. അതായത് ടാബിനെ തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഏത് ഫോണാണോ ആ ഫോണ് അൺബോക്സ് ചെയ്തിട്ട് ആ സെറ്റിനെ ഓൺ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് വൈഫൈ കണക്റ്റ് കൊടുക്കുക. അതായത് ടാബിലേക്ക് ഏത് വൈഫൈ ആണോ കൊടുത്തിരിക്കുന്നത് സെയിം അതേ വൈഫൈ ഇതിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ സ്കിപ്പ് അടിക്കുക. ഇമെയിൽ ID ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് അടിച്ചതിന് ശേഷം അക്സെപ്റ്റ് അടിക്കുക. സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് ആൻഡ് വ്യൂ അടിക്കുക. നെക്സ്റ്റ് അടിക്കുക. സ്കിപ്പ് അടിക്കുക. സ്കിപ്പ്, ഫിനിഷ്. ഓക്കെ, മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ അടിക്കുക. അഗ്രി. ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, ഇവിടെ സ്കിപ്പ് അടിക്കാം. മെയിലാണോ ഫീമെയിലാണോ ഏജൊക്കെ ചോദിക്കുന്നതാണ്. തൽക്കാലം അത് സ്കിപ്പ് അടിക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇൻസ്റ്റാൾ അടിക്കുക. ഫിനിഷ്. ഇനി നമ്മുടെ ഈ ഫോണിൽ നേരത്തെ കൊടുത്ത നമ്പർ ഏതാണോ അതേ നമ്പർ ഇതിലിടുക. ആദ്യം കൊടുത്ത നമ്പറാണ്. ഓക്കെ, ആ സിം 1 പോർട്ടിലാണ് ഇടേണ്ടത്, സിം 2 പോർട്ടിലല്ല. ഓക്കെ, സിം 1 പോർട്ടിൽ ഇട്ടതിന് ശേഷം റീട്രൈ കൊടുത്ത് ഓക്കെ അഗ്രി കൊടുത്ത് ഡണ്. ഓക്കെ, സാംസങ് ഫിനാൻസ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ ആക്ടിവേറ്റ് കൊടുക്കുക. അഗ്രി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ SMS സെൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. അതായത് SMS പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കൂ. അപ്പോൾ SMS പ്ലാൻ ഉണ്ടെന്ന്
ഉറപ്പ് വരുത്തുക. എന്നിട്ട് അവിടെ ഒരു കോഡ് കാണിച്ച് ആ കോഡ് നമ്മുടെ ഈ ഒരു ടാബിൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ടാബിൽ ഓക്കെ, കൺഗ്രാജുലേഷൻസ് കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടാബിൽ നിന്നും നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാംസങ് ഫിനാൻസ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ അലോ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്ന സമയത്ത് ഓക്കെ, അവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് താഴെ സാംസങ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് എനേബിൾ ചെയ്യുക. ഓക്കെ, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്